ഓക്കെ. എനിവേ നമ്മൾ ലാസ്റ്റ് ഒരു ഡാറ്റയുടെ ലൈവ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടക്ട് ചെയ്ത സമയത്ത് അതിൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് നടന്ന എക്സാമിൽ അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഡാറ്റയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ അതിന്റെ റെക്കോർഡഡ് സെഷൻ എന്ത് ചെയ്യുക, കാണുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് അതേ ടേമിൽ നടന്ന, അതായത് ലാസ്റ്റ് നടന്ന ഇംഗ്ലീഷിന്റെ പേപ്പറിൽ ഉണ്ടായിരുന്ന ഡാറ്റയുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും തുടങ്ങാം. ഡാറ്റയുടെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ചോദ്യം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കൽ വലിയൊരു ഘടകമാണ്. ഓക്കെ, ചോദ്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കൽ വലിയൊരു ഘടകമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഉത്തരവും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഭയങ്കര ട്വിസ്റ്റ് ചെയ്യാനുള്ള കാര്യമൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും, വളരെ ചെറിയ സാധനമായിരിക്കും. പക്ഷെ NTA പലപ്പോഴും ചോദ്യം ചോദിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട്, കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരവും ഓപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു കൺഫ്യൂഷനിലേക്ക് എത്താതിരിക്കാൻ പറ്റുമെങ്കിൽ 2 വട്ടം 3 വട്ടമൊക്കെ വായിച്ചിട്ട് ചോദ്യത്തിന്റെ മീനിങ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അതാണ്, ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളത്, വൃത്തിയായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ചോദ്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പകുതി പരിപാടി കഴിഞ്ഞു. പിന്നെ അതുപോലെ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സെറ്റിന്റെ ഡാറ്റയിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ അറബിക്കിന്റെ സെറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഡാറ്റയേക്കാൾ, നമ്മൾ ചെയ്ത ഡാറ്റയേക്കാൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ഇംഗ്ലീഷിന്റെ ഡാറ്റയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുണ്ടായിരുന്ന ഒറ്റ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ചോദ്യം ചോദിച്ച് പലപ്പോഴും അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. ചോദ്യത്തിൽ വളരെ കുഞ്ഞു കാര്യങ്ങളെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഇതാണ് ആ ടേബിൾ. ഓക്കെ, ഇതാണ് ആ ടേബിൾ. കാണാൻ ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നു. ഓക്കെ അല്ലേ, എലിജിബിൾ അല്ലേ, വായിക്കാൻ പറ്റുന്നില്ലേ? വല്ലാണ്ട് ചെറുതാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീൻ ഒന്ന് സൂം ചെയ്താൽ കുറച്ചുകൂടി വലുതായിട്ട് കാണാം. ഓക്കെ അല്ലേ, നമുക്ക് തുടങ്ങാലോ അല്ലെ. ഇപ്പം നമ്മൾ ഡാറ്റയുടെ ഇൻട്രോ പാർട്ട് നിർബന്ധമായും വായിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇൻട്രോയിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് വലിയ കഥയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും വായിച്ചിട്ട് അതൊരു ഹാബിറ്റ് ആക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ലൈവ് സെഷനിൽ നമ്മൾ ചെയ്ത ഡാറ്റയിലെ ഇൻട്രോ സെഷനിൽ നമുക്ക് ചെയ്യാനുള്ള പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല, പക്ഷെ വായിക്കുക എന്നുള്ളതൊരു ശീലമാക്കി മാറ്റുക. കാരണം ചില ചോദ്യങ്ങളിൽ അതിലേക്കുള്ള ഹിന്റ് ഉണ്ടാവാറുണ്ട്. വായിക്കുന്നത് സ്കിപ്പ് ചെയ്താൽ, ഇൻട്രോ വായിക്കുന്നത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എല്ലായിടത്തും ആ സ്കിപ്പ് ചെയ്യുന്ന ശീലം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട, വായിക്കാം. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ പെർസെന്റേജ് ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 6 സ്റ്റുഡൻസ് ഇൻ 4 ഡിഫറെന്റ് സബ്ജക്ട് ഇൻ ആൻ എക്സാമിനേഷൻ. ഒരു പരീക്ഷയ്ക്ക് 4 വ്യത്യസ്ത സബ്ജക്റ്റില് 6 കുട്ടികൾ നേടിയ മാർക്കിന്റെ പെർസെന്റേജ്, ശതമാനമാണ്. എത്ര മാർക്ക് എന്നല്ല, ഇത്ര ശതമാനം മാർക്ക് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ടേബിളിൽ തന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, രാധിക, കരൺ, നീരജ്, പ്രിയങ്ക, സുജാത, പ്രീതി, ഇങ്ങനെ 6 സ്റ്റുഡൻസിന്റെ 4 സബ്ജക്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ഇങ്ങനെ 4 സബ്ജക്റ്റിൽ 6 കുട്ടികൾ വാങ്ങിയിട്ടുള്ള മാർക്കിന്റെ പെർസെന്റേജ്. അതായത് രാധിക 90% മാർക്ക് വാങ്ങി ഫിസിക്സിൽ, കരൺ 92%, നീരജ് 86%, പ്രിയങ്ക 63%. ഇങ്ങനെയാണ് അതിന്റെ ഒരു റീഡിംഗ് വരേണ്ടത്. മാർക്കല്ല, മാർക്കിന്റെ ശതമാനമാണ് ആ ടേബിളിൽ കാണുന്നത്. അപ്പൊ എത്ര മാർക്കിന്റെ ടോട്ടൽ ഒരു ഇത്ര മാർക്ക് എന്നുണ്ടല്ലോ, ആ മാർക്കാണ് ഇവിടെ ബ്രാക്കറ്റ് തന്നത്. അതായത് ഫിസിക്സിന് ആ പേപ്പർ 100 മാർക്കിലാണ് വാല്യൂ ചെയ്യുന്നത്. 100ന്റെ 90% രാധിക നേടിയത്, 100ന്റെ 92% കരൺ നേടിയത്, 100ന്റെ 86% നീരജ് നേടിയത് എന്നർത്ഥം. അപ്പൊ 4 പേപ്പറും ടോട്ടൽ എത്രയെല്ലാം മാർക്ക് ഇടുന്നത്? 100 മാർക്കിന്റെ ചോദ്യ പേപ്പറാണ്. ഓക്കെ, അതിലാണ് ഈ കുട്ടികൾ ഈ സെർട്ടേൺ പെർസെന്റേജുകളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഒരു, അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യം. തന്നത് പെർസെന്റേജ് ആണ്, 4 സബ്ജക്റ്റ് ആണ്, 6 കുട്ടികളാണ്, ഓരോ സബ്ജക്റ്റും 100ലാണ് മാർക്ക് ഇടുന്നത്, അതിന്റെ ശതമാനമാണ് തന്നിരിക്കുന്നത്. ഈ സാധനം കത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം. ടേബിൾ ഓക്കെ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ചോദിക്കാണേ, which of the following received highest aggregate marks in all the 4 subjects? താഴെ തന്നിരിക്കുന്ന 4 പേരിൽ ആരാണ് എല്ലാ സബ്ജക്റ്റും എടുക്കുന്നില്ല? എല്ലാ സബ്ജക്റ്റും എടുക്കുമ്പോൾ 4 സബ്ജക്റ്റിന്റെ മാർക്കാണ് തന്നിട്ടുള്ളത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് കുട്ടിയാണ് 4 സബ്ജക്റ്റിന്റെയും മാർക്കുകൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദ്യം.
ഓക്കെ, അപ്പം നമുക്ക് മാർക്ക് എത്രയാന്ന് അറിയൂല, നമുക്ക് തന്നത് ശതമാനം മാത്രമാണ്. അപ്പൊ ശതമാനത്തിനെ മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു പ്രൊസീജിയർ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ എഴുതി പ്രൊസീജിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം 100-ലാണ് മാർക്ക് ഉള്ളത്. ഓക്കെ, ടോട്ടൽ മാർക്ക് 100-ലാണ്. 100-ന്റെ 1% എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 100-ന്റെ 2% എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 100-ന്റെ 54% എന്ന് പറഞ്ഞാൽ 54 തന്നെയാണ്. അപ്പൊ 100-ന്റെ 90% എന്ന് പറഞ്ഞാൽ 90 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ രാധിക 90% മാർക്ക് വാങ്ങി ഫിസിക്സിൽ എന്ന് പറഞ്ഞാൽ രാധികയ്ക്ക് 100-ൽ 90 മാർക്ക് കിട്ടി എന്നാണ് അർത്ഥം. ഈ പറഞ്ഞ കോൺസെപ്റ്റ് കത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഈ ഒരു പെർട്ടിക്കുലർ ടേബിളിൽ ശതമാനവും മാർക്കും സെയിം തന്നെയാണ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-ലാണ് ടോട്ടൽ പേപ്പറിന് മാർക്ക് ഇട്ടത്. ഇപ്പൊ 100-ന്റെ സെർട്ടൻ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയായിരിക്കും അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ പ്രത്യേകമായിട്ട് പെർസെന്റേജിനെ മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് ടോട്ടൽ മാർക്ക് 150-ഓ 200-ഓ ഒക്കെയാണ് തന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എഴുതി കൂട്ടിയിട്ട് ശതമാനത്തിന് എങ്ങോട്ട് മാറ്റണം? മാർക്കിലേക്ക് 150-ന്റെ 90% എത്രയാണ് അപ്പുറം വേറെ കാണണം, 150-ന്റെ 92% എത്രയാണ് അപ്പുറം, അങ്ങനെ സെപ്പറേറ്റ് കാണണം. ഇവിടെ നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. കാരണം 100-ലാണ് എല്ലാ പേപ്പറും മാർക്ക് ഇടുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമുക്ക് അങ്ങ് ഡയറക്റ്റ് ആയിട്ട് അതിനെ മാർക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പോവാം. പെർസെന്റേജ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കതിനെ മാർക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് രാധികയുടെയും കരണിന്റെയും നീരജിന്റെയും സുജാതയുടെയും നാല് പേപ്പറുകളുടെയും ടോട്ടൽ ഒന്ന് നോക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാവേ. ആദ്യം നമുക്ക് എന്തായാലും രാധികയെ എടുക്കാം. രാധികയുടെ 4 പേപ്പറിന്റെ ടോട്ടൽ അല്ലേ രാധികന്റെ 4 പേപ്പറിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് കൂട്ടണ്ടേ? 90 പ്ലസ് 85 പ്ലസ് 95 പ്ലസ് 98 അല്ലേ കൂട്ടിയൊക്കെ അല്ലെ? 90, 85, 95, 98 കൂട്ടാണ്. 5 5 10 8 18 8 ബാക്കി 1 9 1 10 18 28 36 368. രാധികയുടെ ടോട്ടൽ മാർക്ക് 368 ആകുന്നു. നമുക്ക് കരൺ നോക്കാം. കരണ്ട് നോക്കുമ്പോ എങ്ങനെ നോക്കണം? 92 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് 93. ഇപ്പൊ ഇവിടെ എഴുതി കൂട്ടിയൊക്കെ 92 90 90 ഇത് 90 93 3 2 5 54 36 365. കരണ്ട് ടോട്ടൽ മാർക്ക് 365 ആണ്. ഇനി നീരജാണ് 86 പ്ലസ് 82 പ്ലസ് 75 പ്ലസ് 77 ഇവിടെ കൂട്ടാം അല്ലെ? 86 82 75 77 കൂട്ടാണ്. 6 5 2 7 7 14 14 6 20 2 ബാക്കി 8 8 10 18 18 20 25 32 കൂട്ടുന്ന തെറ്റുണ്ട് പറയണം കേട്ടോ. 320. ഇനി സുജാതയല്ലേ? സുജാത എവിടെയല്ലേ? 77 പ്ലസ് 62 പ്ലസ് 80 പ്ലസ് 85 ഇവിടെ കൂട്ടിയൊക്കെ അല്ലെ? 77 62 80 85 കൂട്ടുന്ന തെറ്റുണ്ട് പറയണേ. 5 2 7 14 ബാക്കി 1 7 8 124 24 6 30 304. ഓക്കെ, അപ്പൊ 4 ആൾക്കാരുടെയും 4 കുട്ടികളുടെയും അഗ്രഗേറ്റ് മാർക്ക് നമ്മൾ നോക്കി. ഇതിൽ ഏറ്റവും ഹൈയസ്റ്റ് ആർക്കാ മാർക്ക് കിട്ടിയേ? രാധിക. സോ രാധികയാണ് ഈ ചോദ്യത്തിലെ ആൻസർ എന്ന് പറയുന്നത്. ചോദ്യം ചോദിച്ചത് എന്താ? ഹൈയസ്റ്റ് അഗ്രഗേറ്റ് മാർക്ക് 4 സബ്ജക്റ്റിലും ആരാണ് റിസീവ് ചെയ്തെന്ന് ചോദിച്ചത്. സോ രാധിക വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? ക്യാൻ വി മൂവ്? ഇനി നേരെ തിരിച്ചായിരുന്നു ചോദിച്ചെങ്കിലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസീവ്ഡ് ലോവസ്റ്റ് അഗ്രഗേറ്റ് മാർക്ക് എന്നാണ് ചോദിച്ചെങ്കിൽ ആരായിരിക്കും ആൻസർ വരിക? സുജാത. യെസ്. ഓക്കെ, ചോദ്യത്തിൽ എന്താണ് ചോദിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ദെൻ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മള് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാണ്. രണ്ടാമത്തെ ചോദ്യം റേഷ്യോയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, 2 രീതിയിൽ ആ ചോദ്യത്തെ നമുക്ക് ചെയ്യാം. അതില് രണ്ടാമത് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഈസി ഉള്ള വേ ആണ് നമ്മൾ ഇവിടെ ചെയ്യുക. ഓക്കെ, മറ്റേത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹോളിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ ഈ ടൈപ്പ് ചോദ്യം എന്നാൽ ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് സ്റ്റുഡൻസ് ഹാസ് ദ സ്മോളസ്റ്റ് റേഷ്യോ ബിറ്റ്വീൻ
മാർക്സ് സ്കോർഡ് ബൈ ദം. ഓക്കെ, അപ്പൊ ചോദ്യം വായിച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരം തെറ്റിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യം മനസ്സിലാക്കൽ വലിയൊരു ഘടകമാണ്. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് സ്റ്റുഡൻസ്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജോഡി, അതായത് കുട്ടികളുടെ പേര് ഇങ്ങനെ ജോഡിയാക്കിയിട്ട് തന്നെ, രാധിക ഇസ് കരൺ, നീരജ് കരൺ, സുജാത നീരജ്, പ്രിയങ്ക സുജാത, റേഷ്യോ പോലെ. അപ്പൊ ഈ പെയർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ എടുക്കുമ്പം ഇതിൽ ഏറ്റവും പെയർ എന്ന് പറയുമ്പം നമ്മൾ ഈ പറഞ്ഞ A:B എന്ന് പറയുന്ന പോലെ രാധിക ഈസ് കരൺ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എ റേഷ്യോ, ആനുപാതികമായിട്ടാണ് തന്നെ. അപ്പൊ തന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. എന്തിന്റെ റേഷ്യോ ചോദിക്കുന്നത്? ഫിസിക്സിന്റെ മാർക്കിനെ മാത്രം എടുത്തിട്ട് റേഷ്യോ ഉണ്ടാക്കിയതാണ്. എങ്ങനെ? രാധികയും കരണും. രാധിക ഈസ് ടു കരൺ, ഫിസിക്സിന്റെ മാത്രം മാർക്കാണ്. അതേപോലെ നീരജ് ഈസ് ടു കരൺ, അടുത്ത് സുജാത ഈസ് ടു നീരജ്, പ്രിയങ്ക ഈസ് ടു സുജാത. അപ്പൊ ഇവരുടെ മാർക്കിന്റെ റേഷ്യോ എടുത്തിട്ട്, ഫിസിക്സിന്റെ മാർക്കിന്റെ റേഷ്യോ എടുത്തിട്ട് ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ ആരുടേതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ രാധിക ഈസ് ടു കരൺ എന്ന് പറയുമ്പോൾ 90:92 വരിക. 90:92. ഇനി നീരജ് ഈസ് ടു കരൺ എന്ന് പറയുമ്പോൾ നീരജിന്റെ എഴുതിയിട്ട് വേണം കരണ്ടത് എഴുതാൻ. അപ്പൊ 86:92. ഇനി അടുത്ത സുജാത ഈസ് ടു നീരജ്. അപ്പൊ സുജാതേന്റത് എഴുതിയിട്ട് വേണം നീരജിന്റെ എഴുതാൻ. 77:86 എന്ന് വരും. ഓക്കെ, പിന്നെ അടുത്തത് പ്രിയങ്കയാണ്. പ്രിയങ്ക 63:, അടുത്ത സുജാതയാണ് 77. ഇതാണ് റേഷ്യോ. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ റേഷ്യോന്റെ ഏറ്റവും ചെറുതും വലുതും കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം. ഓക്കെ, ഏത് റേഷ്യോനെയും നമുക്ക് എന്തെഴുതാം? ഭിന്നസംഖ്യാ രൂപത്തിലും കൂടി എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് റേഷ്യോനെയും നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ, ഫ്രാക്ഷൻ ഫോമിലും കൂടി എഴുതാന്ന് നമ്മൾ പഠിച്ച സാധനമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊക്കെ നമുക്കൊന്ന് ഫ്രാക്ഷൻ ഫോമിലും കൂടി ഇപ്പുറത്തേക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇതിനൊക്കെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ 90:92 എന്ന് പറഞ്ഞാൽ 90/92 എന്ന് എഴുതാം. 86:92 എന്ന് പറഞ്ഞാൽ 86/92 എന്ന് എഴുതാം. 77:86 77/86 എന്ന് എഴുതാം. മറ്റേതിനോ 63/77 എന്ന് എഴുതാം. ഓക്കെ, റേഷ്യോനെ നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാമെന്ന കോമൺ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ ഇതിൽ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? ഇതിൽ ഏറ്റവും മേലെയുള്ള ഏറ്റവും ചെറുതുള്ളതിനെ എടുത്താൽ പോരേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലും നമുക്കൊരു ഭിന്നസംഖ്യയുടെ മേലെ ഇരിക്കുന്ന ആളുടെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ട് ആ ഭിന്നസംഖ്യ വലുതാണോ ചെറുതാണോ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇപ്പൊ 90/92, 86/92, 77/86, 63. ശരിക്ക് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഇതാണ്. ഓക്കെ, ആൻസർ 63/77 തന്നെയാണ് ആൻസർ. പക്ഷേ ഒരു കാരണവശാലും, അത് നിർഭാഗ്യവശാൽ ഇവിടെ അത് ആൻസർ ആയി പോയതാണ്, ഒരു കാരണവശാലും ഭിന്നസംഖ്യയുടെ മേലിരിക്കുന്ന ആള്, അതായത് 63/77 63 അല്ലേ ഈ കളിയിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് കൺസിഡർ ചെയ്ത് ഒരിക്കലും ഒരു ഭിന്നസംഖ്യയുടെ വലുപ്പ ചെറുപ്പം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത് വലുത് ചെറുത് ചോദിക്കണ സമയത്ത്. ഇവിടെ അത് ബൈ ചാൻസ് അതായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ നമുക്ക് വലുതോ ചെറുതോ കണ്ടുപിടിക്കാൻ പറ്റില്ല. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഒരിക്കലും മേലിരിക്കുന്ന ആള് മാത്രമല്ല, താഴെ ഇരിക്കുന്ന ആള് കൂടെ ചേർന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഭിന്നസംഖ്യ എടുക്കുമ്പോൾ ഇതിന്റെ താഴേക്ക് വേറെ ആൾക്കാരുള്ള 92/90 എന്നാണ് 90/92 അർത്ഥം അല്ലെ. അടുത്തതിൽ 86/92 പക്ഷെ തൊട്ടടുത്തതിൽ 77/86 ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഡിഫറെന്റ് ആണ്. അതിലേത് വലുത് ചെറുതെന്ന് ചോദിക്കണ സമയത്ത് അതിലേറ്റവും ചെറുത് 77 ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ആസ്പെക്റ്റിലല്ല നമ്മൾ ഭിന്നസംഖ്യയുടെ മേലെയും താഴെ ഇരിക്കുന്ന ആളുകളുടെ വലുപ്പമോ ചെറുപ്പമോ നോക്കിയിട്ടല്ല ഭിന്നസംഖ്യയുടെ വലുപ്പ ചെറുപ്പം കൺസിഡർ ചെയ്യാറുള്ളത്. ഈ ചോദ്യത്തിൽ അത് ബൈ ചാൻസ് അതായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ചോദ്യത്തിലും അത് വരൂല. ഓക്കെ, അതല്ല അതിന്റെ ശരിയായ രീതിയും വലുതും ചെറുതും കണ്ടുപിടിക്കേണ്ടത്. രണ്ട് രീതിയിൽ നമുക്കതിനെ ആൻസർ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, രണ്ട് രീതി എന്ന് പറയുന്ന സമയത്ത്, രണ്ടല്ല 3 രീതി. രണ്ടാമത്തെ രീതിയെ സ്പ്ലിറ്റ് ചെയ്തതാണ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്. ഞാൻ ആ രണ്ടെണ്ണം ആദ്യം പറയാം, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന വേ പറയാം. ഓക്കെ, ഒന്നാമത്തത്, നമുക്ക് വലുപ്പ ചെറുപ്പം കണ്ടുപിടിക്കണമെങ്കിൽ അതിലെ താഴെ ഇരിക്കുന്ന ഡിനോമിനേറ്റർ എന്താവണം? ഒക്കെ സെയിം ആവണം.
എല്ലാം സെയിം ആണെങ്കിൽ മേലിപ്പോ എല്ലാത്തിനെയും 92 ആക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും 86 ആക്കണം, അല്ലെങ്കിൽ 77 ആക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരേപോലത്തെ ഏതെങ്കിലും ഒരു സംഖ്യ ആക്കി മാറ്റണം. എന്നിട്ട് മേലെയുള്ളതിനെ നോക്കി നിങ്ങൾക്ക് വലുതും ചെറുതും കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ എല്ലാത്തിനെയും 92 ആക്കിയാൽ മേലെ ഇരിക്കുന്ന ആളുടെ വലുപ്പ ചെറുപ്പം നോക്കിയിട്ട് ആ ഭിന്നസംഖ്യയിൽ ഏത് വലുത് ചെറുത് എന്ന് തീരുമാനിക്കാം നമുക്ക്. ഓക്കെ, എല്ലാത്തിനെയും 92 താഴെ 92 ആക്കിയതിന് ശേഷം ഇതിൽ ഏറ്റവും ചെറുത് മേലെ ഇരിക്കുന്നത് 63 ആണല്ലോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 63നെ എടുക്കാം. 63/92 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ എന്താക്കണം? ഡിനോമിനേറ്ററിന്റെ സെയിം ആക്കണം. അപ്പൊ ഇവിടെ 92 ആക്കാൻ പറ്റൂല, നമ്മൾ വേറെ എന്തെങ്കിലും എല്ലാത്തിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യ ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പൊ അതിനെ ഏത് സംഖ്യയാക്കി മാറ്റണം എന്ന് തീരുമാനിക്കാൻ ഇതിലെ ഡിനോമിനേറ്ററുകളെ മാത്രം എടുത്ത്, അതായത് 92നെയും 86നെയും 77നെയും മാത്രം എടുത്തിട്ട് അതിന്റെ LCM കണ്ടിട്ട് ആ സംഖ്യയാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, ഇപ്പൊ 92ന്റെയും 86ന്റെയും 77ന്റെയും എടുത്തിട്ട് LCM കണ്ട് ആ LCMലേക്ക് ഭിന്നസംഖ്യയെ കൺവേർട്ട് ചെയ്ത് അതിന്റെ അകത്തുനിന്ന് ഏറ്റവും ചെറുതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു രീതി. ഒരുപാട് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് അതിനെ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യില്ല. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 90/92നെയും 86/92നെയും 77/86നെയും 63/77നെയും വെട്ടിച്ചെറുതാക്കി വളരെ ചെറിയ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് LCM കാണാന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ അതിനെ ചെറുതാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. 90/92നെ ചെറുതാക്കാം, കാരണം ഇരട്ടസംഖ്യകളാണ്. ഓക്കെ, 86/92നെയും ചെറുതാക്കാം, ഇരട്ടസംഖ്യകളാണ്. പക്ഷെ 77/86നെ എന്താക്കും? ചെറുതാക്കാനൊക്കെ പറ്റും, പക്ഷെ അതൊരു എളുപ്പമുള്ള വഴിയല്ല. അത് ചിലപ്പോൾ ഒരു മിശ്ര ഭിന്നൊക്കെ ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് അതിനെ വീണ്ടും LCM കണ്ടിട്ട് ചെറുതാക്കിയതിന് ശേഷം LCM കണ്ടിട്ട് ഈ പറഞ്ഞ ഇതിലേതാണ് ചെറുതെന്ന് കണ്ടുപിടിക്കുന്ന രീതി നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ രണ്ട് രീതിയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് രീതിയും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുക്കുമെന്നുള്ളത് കൊണ്ടും ഡാറ്റയുടെ 5 ചോദ്യങ്ങളിലേക്ക് നമ്മൾ ഇത്രയും ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള ഒരു വേ ഉണ്ട് എന്നിരിക്കെ അത് അപ്ലൈ ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ ആ രീതി ഇവിടെ ചെയ്യുന്നില്ല. ഇങ്ങനൊരു വഴി ഉണ്ട് എന്ന് പറയാണ്. നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഹരിക്കുക. 90നെ 92 കൊണ്ട് ഹരിക്കുന്നു, 86നെ 92 കൊണ്ട് ഹരിക്കുന്നു, 77നെ 86 കൊണ്ട് ഹരിക്കുന്നു, 63നെ 77 കൊണ്ട് ഹരിക്കുന്നു. ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിലെ ഏറ്റവും ചെറിയ ഉത്തരം ആരുടേതാണോ അയാളായിരിക്കും എന്ത് ഏറ്റവും ചെറിയ റേഷ്യോ. ഹരിച്ചു കിട്ടുന്ന ഉത്തരത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ ഉത്തരം ആർക്കാണോ കിട്ടുന്നത് അയാളായിരിക്കും ആ കളിയിലെ ഏറ്റവും ചെറിയ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളതാണ് ഇവിടെ ചെയ്യുക, നമുക്ക് എളുപ്പം അതാണ്. ഞാനൊരു വൈറ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വൈറ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ തന്നെ ചെയ്യായിരുന്നു. ഹരിച്ചു കാണിക്കുന്ന ഒത്തിരി സ്ഥലമാണല്ലോ. അപ്പൊ ഞാൻ ആ ഭിന്നസംഖ്യകളെ ഇങ്ങോട്ടൊന്ന് എഴുതാം. രാധിക ബൈ കരൺ, നീരജ് ബൈ കരൺ, സുജാത ബൈ നീരജ്, പ്രിയങ്ക ബൈ സുജാത. ഇതാണല്ലോ നമ്മുടെ കളിയിലെ ആളുകൾ. ഇവരുടെ റേഷ്യോ നമ്മൾ പറഞ്ഞത് എങ്ങനെയാ? 90/92, 86/92, 77/86. വൃത്തിയായിട്ട് ഹരിക്കാൻ അറിയാം എന്നുള്ളത് വലിയൊരു ഘടകമാണ് കേട്ടോ. ഇവിടെ ഹരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പണി പാളിപ്പോവും. ഇത് 86 ആയിക്കല്ലേ, വെച്ചിട്ട് പറയില്ല. 86, 63/77. നമുക്ക് ഓരോന്നായിട്ട് ഹരിച്ചു നോക്കാം. ആദ്യം 90നെ 92 കൊണ്ട് ഹരിക്കാം. 90 ഹരിക്കണം 92. 90ൽ നിന്ന് 92 എടുക്കാൻ പറ്റില്ല, കാരണം 92നേക്കാൾ ചെറുതാണ് 90. 90ൽ നിന്ന് 92 എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഒരു 0 കൂടി ആഡ് ചെയ്ത് 900 ആക്കും. 0 ഇവിടെ ആഡ് ചെയ്യുമ്പം സ്വാഭാവികമായും മേലെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം, കാരണം എക്സ്ട്രാ ആഡ് ചെയ്ത 0 ഡെസിമലിനെ എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നുള്ളതുകൊണ്ട്. അപ്പൊ 90ൽ നിന്ന് എത്ര 92 എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 9 വട്ടം 92 എടുക്കാം. 9 92 828. 10 92 എടുത്താൽ 920 ആയിപ്പോ. പക്ഷെ നമുക്ക് 900 ഉള്ളൂ. അപ്പൊ 9 പ്രാവശ്യം 992 എടുക്കാൻ പറ്റുള്ളൂ. അത് ഏകദേശം 828 എന്ന് വരും. ഓക്കെ, 10 8 പോയ 2, 9 2 പോയ 7, യെസ് 72. Again we will, okay, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 72ൽ നിന്ന് 92 എടുക്കാൻ പറ്റുമോ നോക്കാം. പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 72നെ 720 ആക്കും. ഓക്കെ, 2 പ്രാവശ്യം പോയിന്റ് ഇടില്ല, ഒറ്റ ഡെസിമൽ ഒരു സംഖ്യയിൽ വരൂ എന്നുള്ളതുകൊണ്ട് എഗെയിൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 720ൽ നിന്ന് എത്ര 92 എടുക്കാൻ പറ്റും നോക്കാം. ഏകദേശം 7 പ്രാവശ്യമായിരിക്കും പോവുക. നോക്കാം, നമുക്ക് ഗുണിച്ചു നോക്കാം. 7 92 എത്രയാണ്? 7 2 14, ബാക്കി 1 9 7 63 64, 644. ഒരു 92 കൂടി എടുത്താൽ അത് 720 അപ്പുറം പോവില്ലേ?
4 2 6 9 4 736 ആയിപ്പോ. അപ്പൊ 7 ഓക്കെ 792 644 എന്ന് കിട്ടും. നമുക്ക് രണ്ട് ഡെസിമൽ മതി. ഓക്കെ, ഉത്തരത്തിലേക്ക് 2 ഡെസിമൽ മതി. ഇപ്പൊ 0.97 എന്ന് ഇവിടെ ആൻസർ കിട്ടിയേ. ഇനി നമുക്ക് 86നെ 92 കൊണ്ട് ഹരിച്ചു നോക്കാം എത്ര കിട്ടുന്നുള്ളത്. 2 ഡെസിമൽ എടുത്താൽ മതി. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 0.978 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകും. നമുക്ക് 2 ഡെസിമലിൽ ഒതുക്കാം. ഓക്കെ, 2 ഡെസിമലിലേക്ക് കമ്പൈൻ ചെയ്തെടുത്താൽ മതി. 86നെ 92 കൊണ്ട് ഹരിക്കാം. 86/92 എന്ന് പറഞ്ഞാൽ 86നെ 92 കൊണ്ട് ഹരിക്കലാണ്. 86ൽ നിന്ന് 86ന് 92 എടുക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായി നമ്മൾ പോയിന്റ് ഇട്ടതിനെ 860 ആക്കും. 860ൽ നിന്നും എത്ര 92 എടുക്കാം? ഇവിടെ നോക്കിയ പോലെ തന്നെ 9 പ്രാവശ്യം 92 എടുക്കുക, 828 ആയിരിക്കും അല്ലെ. 9 92 828. 10 8 പോയാ 2, 5 2 പോയാ 3. 32ൽ നിന്നും 92 എടുക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ 0 ആഡ് ചെയ്തിട്ട് 320 ആക്കും. 320ൽ നിന്ന് എത്ര 92 എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഏകദേശം 3 എണ്ണം ആയിരിക്കും അല്ലെ. 276. 3 92 276. ഒരു 92 കൊണ്ട് എടുത്തത് 320ന്റെ അപ്പുറം പോകും. അപ്പൊ 0.93 എന്ന് ഇവിടെ ഏകദേശം ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി കിട്ടിയേ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണേ 77 ഹരിക്കണം 86. 77നെ 86 കൊണ്ട് ഹരിക്കുന്നു. 77ൽ നിന്ന് 86 എടുക്കാൻ പറ്റില്ല. പോയിന്റ് ഇടുന്നു, ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 770ൽ നിന്നും എത്ര 86 എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, 770ൽ നിന്നും 86 ഏകദേശം 8 പ്രാവശ്യമായിരിക്കും പോവാ. നോക്കാവേ, 86 × 8 8 86 688 എന്ന് വരും. 10 നെട്ട് പോയ 2. 16ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 8 82. 82ൽ നിന്ന് 86 പോവില്ല. നമ്മൾ അതിനെ 820 ആക്കും. 820ൽ നിന്നും എത്ര 86 പോകും നോക്കാം. 10 86 എടുത്താൽ 860 ആയി. അപ്പൊ ഏകദേശം 9 86ലായിരിക്കും 820 കിട്ടുക. 9 86 774. അങ്ങനെ കണ്ടിന്യൂ. നമുക്ക് 2 സ്ഥാനം മതി എന്നുള്ളത് കൊണ്ട് 0.8, കാരണം വലുതും ചെറുതും കണ്ടുപിടിക്കാനാണല്ലോ. അപ്പൊ ഏകദേശം 2 ഡെസിമൽ എടുത്താൽ മതി. 0.89. ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട്. 63നെ 77 കൊണ്ട്, ഞാൻ ചെയ്യണതിൽ തെറ്റുണ്ടേ പറയണം കേട്ടോ. 63നെ 77 കൊണ്ട് ഹരിക്കണം. 63ൽ നിന്ന് 77 ഹരിക്കാൻ പറ്റില്ല. പോയിന്റ് ഇടും, നമ്മൾ അതിനെ 630 ആക്കും. 630ൽ നിന്ന് എത്ര 77 എടുക്കാൻ പറ്റുന്ന വെച്ചാൽ 10 77 ആകുമ്പോൾ 770 ആവും. 9 ഏകദേശം 8ലൊക്കെ പോവാൻ മതിയാവും അല്ലെ. 77 നമുക്ക് 8 കൊണ്ട് ഗുണിച്ചു വെക്കാം. 8 56 5 ബാക്കി 56 61 616. യെസ്, 8 77 616. 10 6 പോയാൽ 4, 2 1 പോയാൽ 1. 14ൽ നിന്ന് 77 പോലെ നമ്മൾ അതിനെ 140 ആക്കും. 140 ഒറ്റ 77 എടുക്കാൻ പറ്റും. കാരണം 270 ആയാൽ തന്നെ 140 ആയി. ഓക്കെ, 270 ആയാൽ 140 ആയി. പക്ഷെ ഇവിടെ 77 ഉണ്ട്. 277 ആവുമ്പോൾ 140ന്റെ അപ്പുറം പോകും. അപ്പൊ 140ന്റെ അകത്തുനിന്ന് 77 ഒറ്റ പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം 0.81 എന്ന് നമുക്ക് അതിന്റെ ആൻസറിനെ വിളിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ ഒന്നൊരു പെട്ടിയിലാക്കേ. 0.97, 0.93, 0.89, 0.81. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഭിന്നസംഖ്യകളെല്ലാം റേഷ്യോനെല്ലാം നമ്മൾ ഏകദേശം ഒരു വാല്യൂവിലേക്ക് എത്തിച്ചു. ചോദ്യം ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ ഏതായിരുന്നു എന്നുള്ളതാണ്. ഈ റേഷ്യോയിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആർക്കാണുള്ളത്? ഏത് റേഷ്യോക്കാണ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ? ഇതിൽ ഏത് റേഷ്യോക്കാണുള്ളത്? ഏറ്റവും ചെറിയ ഉത്തരം കിട്ടിയത് ഏതിനാണ്? 4മത്തത്. ഏറ്റവും വലുതായിരുന്നു ചോദിച്ചെങ്കിലോ? ഫസ്റ്റ് ഇട്ടത്. ഓക്കെ, സോ 63/77 എന്നുള്ള റേഷ്യോ ആർക്കാണോ ഉള്ളത് അയാളാണ് ഈ ചോദ്യത്തിലെ ആൻസർ എന്ന് പറയുന്നത്. സോ P/S, അതായത് പ്രിയങ്ക ആൻഡ് സുജാത വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് ഇങ്ങനൊരു ചോദ്യം, ഡാറ്റയിൽ ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. അല്ലെങ്കിൽ റേഷ്യോന്റെ വാല്യൂ ഏറ്റവും സ്മോൾ ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നിങ്ങൾ അതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഹരിച്ച് കണ്ടുപിടിക്കുക. ഇനി അതും അല്ലെങ്കിൽ ഇരട്ടസംഖ്യന്റെ ഒക്കെയാണ്, അല്ലെങ്കിൽ ഇരട്ടസംഖ്യ തന്നെ ആവണമെന്നില്ല, എല്ലാം ഭയങ്കരമായിട്ട് ചെറുതാക്കിയിട്ട് ചെറിയ ഫോമിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെറിയ ഫോമിലാക്കിയിട്ട് ഹരിക്കുകയൊക്കെ ചെയ്യാം.
ഓക്കെ, യെസ്. അടുത്തതിലേക്ക് മൂവ് ചെയ്യട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യെസ്, അടുത്ത ചോദ്യങ്ങളൊക്കെ വളരെ വളരെ ഈസിയുള്ള ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ചോദ്യങ്ങളാണ്. നന്നായിട്ട് കൂട്ടാൻ അറിയണം, നന്നായിട്ട് ഹരിക്കാൻ അറിയണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ഓവറോൾ പെർസെന്റേജ് ഓഫ് കറണ്ട്? കറണ്ട് ഓവറോൾ പെർസെന്റേജ്. ഇപ്പം കറണ്ട് ഓവറോൾ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് എഴുതിയ മൊത്തം പരീക്ഷ. നമ്മളൊരു 10ാം ക്ലാസ്സിൽ ഓവറോൾ പെർസെന്റേജ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ മലയാളത്തിന്റെയോ ഇംഗ്ലീഷിന്റെയോ മാത്രം മാർക്കല്ലല്ലോ നമ്മൾ എടുക്കുക. നമ്മൾ എഴുതിയ 10 പേപ്പറിന്റെയും മാർക്ക് എടുത്തിട്ടാണ് നമ്മുടെ ഓവറോൾ പെർസെന്റേജ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം കറണ്ട് ഓവറോൾ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ അയാളുടെ 4 സബ്ജക്റ്റിന്റെയും നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പൊ കറണ്ട് ഓവറോൾ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ കരൺ എഴുതിയ 4 പേപ്പറുകളിലും കരൺ എത്രയാണോ കിട്ടിയത് അതിന്റെ പെർസെന്റേജ് ആക്കണ്ട. എങ്ങനെ ഒരു മാർക്കിന്റെ പെർസെന്റേജ് കാണാ? നമ്മൾ അക്വയർ ചെയ്ത മാർക്ക്. ഓക്കെ, നമ്മൾ അക്വയർ ചെയ്ത മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 ആണ് നമ്മുടെ ഓവറോൾ പെർസെന്റേജ് കാണാം. നമുക്ക് കിട്ടിയ മാർക്കിനെ ടോട്ടൽ മാർക്ക് കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ എപ്പോഴും ഓവറോൾ പെർസെന്റേജ് കാണാറില്ല. ഇതേ കേസ് കറണ്ട് കേസിലേക്ക് വരും. കരൺ അക്വയർ ചെയ്ത മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ 4 എണ്ണാണ്. ഇതേ കരൺ അക്വയർ ചെയ്ത മാർക്ക് 92 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് 93 ഓക്കെ, അതിനെന്തുകൊണ്ട് ഹരിക്കണം? ടോട്ടൽ മാർക്ക് കൊണ്ട്. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 4 സബ്ജക്റ്റിന്റെയും ടോട്ടൽ മാർക്കാണ്. 4 സബ്ജക്റ്റിന് 100 100 100 വെച്ച് 400 മാർക്കാണ്. ഓക്കെ, ഇൻറ്റു 100, 100 കൊണ്ട് ഗുണിച്ചാൽ എന്തായി? അയാളുടെ ഓവറോൾ പെർസെന്റേജ് കിട്ടി. നമുക്കൊന്ന് കൂട്ടി നോക്കേ. ഇവിടെ കൂട്ടല്ലേ. 92 മുമ്പ് നമ്മൾ കൂട്ടിട്ടോ. 90 90 93 കൂട്ടാം. 3 2 5 1 2 3 4 54 36 365. 365 ബൈ 400 ഇൻറ്റു 100 എന്ന് പറയുമ്പോ 2 0 വെട്ടുന്നു, 2 0 വെട്ടുന്നു. 365നെ 4 കൊണ്ട് ഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഓക്കെ, 4 കൊണ്ട് ഹരിക്കുന്നു. ഇപ്പം 4 കൊണ്ട് ഹരിക്കാൻ പോവാണ്. 36 എത്ര 4 പോകും നോക്കാം. 9 4 36 അല്ലെ. 5 എത്ര 4 പോവും? 5 ഒരു 4, ബാക്കി 1. 1ന്റെ അകത്തുനിന്ന് 4 പോവില്ല, പോയിന്റ് ഇടും, പിന്നെ 10 ആക്കും. 10 എത്ര 4 എടുക്കാം? 2 4 8, എഗെയിൻ 2 ബാക്കി 20. 5 4 20. 91.25% കറണ്ട് ഓവറോൾ പെർസെന്റേജ്. കത്തിയോ? ടോട്ടൽ മാർക്ക് സാധാരണ നമ്മൾ SSLCന്റെ ഒക്കെ പെർസെന്റേജ് എത്രയാണോ കാണാറുള്ളത് അതേപോലെ. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. According to the marks obtained, what is the percentage of Neeraj in best 3 subject? Okay, നീരജിന്റെ കേസാണ്. According to the marks obtained, ഓക്കെ, കിട്ടിയ മാർക്കിനെ സംബന്ധിച്ച് വാട്ട് ഇസ് ദ പെർസെന്റേജ് ഓഫ് നീരജ്? നീരജിന് കിട്ടിയ മാർക്കിന്റെ പെർസെന്റേജ് എത്രയാണ് ഇൻ ബെസ്റ്റ് 3 സബ്ജക്ട്? അയാൾ എഴുതിയ 4 പേപ്പറിലെ ബെസ്റ്റ് ആയിട്ടുള്ള 3 പേപ്പറിന്റെ മാത്രം എടുത്താൽ അതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് ചോദിക്കണേ. 4 എടുക്കണ്ട, അയാൾക്ക് ടോപ്പ് സ്കോർ കിട്ടിയ 3 എണ്ണത്തിന്റെ എടുത്താൽ. നീരജ് ഇതാണ്, ഇയാളല്ലേ നീരജിന്റെ മാർക്ക് എടുക്കുന്നു. അയാളുടെ ടോപ്പ് സ്കോർ 3 എന്ന് പറയുന്നത് 86, 82, 77 ആണ്. 75 അതിന്റെയും താഴെയാണ്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് 3 മാർക്ക്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് 3 പേപ്പറിന്റെ മാർക്ക് എന്ന് പറയുമ്പോൾ 86 പ്ലസ് 82 പ്ലസ് 77 ആണ്. അതിന്റെ പെർസെന്റേജ് എത്രയാണ്? അപ്പൊ 3 സബ്ജക്റ്റേ ഉള്ളൂ. അപ്പൊ 300 കൊണ്ട് ഹരിച്ചാൽ മതി. ഇൻറ്റു 100 ആണ്. നീരജ് 86 പ്ലസ് 82 പ്ലസ് 77, പിന്നെ 9 6 15 5 ബാക്കി 1, 8 8 16 124, 245 അല്ലേ വരാ? യെസ്, 245 ഹരിക്കണം 300 ഇൻറ്റു 100. 0 2 വെട്ടി, 0 2 വെട്ടി. 245നെ 3 കൊണ്ട് ഹരിക്കുന്നു. 8 3 24, ദെൻ 5 ബാക്കി 5, ഒരു 3 3, 5ന്ന് 3 പോയ 2, 2ന്ന് 3 എടുക്കാൻ പറ്റില്ല, പോയിന്റ് ഇടുന്നു, 0 ഇടുന്നു. 6 3 18, എഗെയിൻ 2, 20 ആക്കുന്നു. 6 3 18, അപ്പൊ 81.666 എന്നിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. യെസ്, ഓക്കെ. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സെറ്റ് ആയിരുന്നു. Then the last question from the set.
what are the average marks obtained by the students with the 4 highest scores in physics? Okay, what are the average marks എന്നാണ് ചോദിക്കുന്നത്. ശരാശരി മാർക്ക് എത്രയാണ് obtained by the students with 4 highest scores in physics? അപ്പം 6 കുട്ടികളുടെ മാർക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 6 കുട്ടികളുടെ മാർക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫിസിക്സിലെ ഹയസ്റ്റ് 4ന്റെ മാത്രം ആവറേജ് കണ്ടാൽ മതി. ഫിസിക്സിലെ ഹയസ്റ്റ് 4ന്റെ മാത്രം, ഹയസ്റ്റ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 92, 90, 86, 77. അതാണല്ലോ ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ 4 എന്ന് പറയുന്നത്. 63, 50, 50 ഒക്കെ അതിലും താഴെയാണ്. അപ്പൊ ഫിസിക്സിലെ 4 ഹയസ്റ്റ് സ്കോറുകളുടെ ആവറേജ് കാണാം, ശരാശരി കാണാം. ആവറേജ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലിനെ എന്തുകൊണ്ട് ഹരിക്കലാണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഹരിക്കലാണ്. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 പ്ലസ് 92 പ്ലസ് 86 പ്ലസ് 77 ആണ് കഥ. ഓക്കെ, അപ്പം നോക്കാം. 7 2 9, 9 6 15, 5 ബാക്കി 1, 9 1, 8 1 9, 3 27, 27 3 32, 325. ശരിയല്ലേ? 6 8 15 ബാക്കി 1, 10 19, 27, 23, 20, 30, 345 ആണോ? 345. ഇനി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 4 എണ്ണം അല്ലേ ഉള്ളത്. അപ്പൊ 345നെ എന്തുകൊണ്ട് ഹരിക്കുക? 345നെ 4 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പോൾ 8 4 32, 4ന് 2 പോയ 2, പിന്നെ അഗെയിൻ 5നെ പിടിച്ച് താട്ടിടണം, 25, 6 അല്ലെ, 6 4 24 വരിക, 24, 1 ബാക്കി, 0.0, 2 4 8, 2 0, 6 4 സോറി 5 4 20, 86.25. അവിടെ ആൻസർ 86.25 will be the right. Yeah, okay. അപ്പൊ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, പക്ഷെ ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ ഹയസ്റ്റ് 4 സ്കോർസ് എന്നുള്ളത് ഫിസിക്സിലെ 4 മാത്രം കണ്ടാൽ മതി എന്നുള്ള സാധനം കത്തിയിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റും. അതേപോലെ നേരത്തെ കണ്ട ചോദ്യത്തിന്റെ അകത്ത് ഏറ്റവും ടോപ്പ് 3 എടുത്താൽ മതി എന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉത്തരം തെറ്റും. അതേപോലെ നേരത്തെ നമ്മൾ റേഷ്യോന്റെ ഏറ്റവും സ്മോളസ്റ്റ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്, അവിടെയൊക്കെ നമ്മൾ ചോദ്യം മനസ്സിലാക്കുന്നതും ഹരിക്കുന്നതോ കൂട്ടുന്നതോ ഗുണിക്കുന്നതോ ഒക്കെ ചെറിയ മിസ്റ്റേക്കുകൾ വന്നാൽ പോലും പോയിന്റിന്റെ വ്യത്യാസത്തിൽ പോലും 86.25, 86.5 ഉണ്ട് ഈ ഓപ്ഷന്റെ അകത്ത്. ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും ഉത്തരം അങ്ങോട്ടും കൊണ്ട് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നന്നായിട്ട് ചെയ്തു പഠിക്കുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതിരിക്കുക. അത് കൈകൊണ്ട് തന്നെ എഴുതി ചെയ്യുക. കാരണം നമുക്ക് അവിടെ എന്തുണ്ടാവില്ല, കാൽക്കുലേറ്റർ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയാണ് ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. അടുത്ത ലൈവില് നമ്മൾ എന്ത് ചെയ്യും? വേറൊരു സെറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.